അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമാ ഫിൽ മില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിൽ കില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനം ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് മനുഷ്യന്മാരായ നമ്മളിൽ നിന്ന് പല തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റുകൾ ചെയ്യണമെന്നല്ല, അങ്ങനെ നിങ്ങൾ സംഭവിച്ചു പോയാൽ അതിനെ അള്ളാഹു തആല മാഫു ചെയ്തു തരുന്നവൻ അള്ളാഹു മാത്രമാണ്. ഏതൊരാൾക്കും എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അത് പൊറുപ്പിക്കുന്നതും പൊറുക്കുന്നതൊക്കെ അള്ളാഹു ആണ്. ഒരു ഉസ്താദോ ഒരു തങ്ങളോ ഒരാളുമല്ല. ഏത് തെറ്റുകൾ ചെയ്തു പോയാലും അത് അവനവൻ തന്നെ അവൻ സൃഷ്ടിച്ചതായ റബ്ബിലേക്ക് മടങ്ങിയാൽ അള്ളാഹു തആല പുറത്തു തരുന്നവനാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷങ്ങളും പുറത്തു വരുന്നവനും ഗഫൂർ റഹീമൊക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ എല്ലാ തെറ്റുകളെയും മായ്ച്ചു കളയുന്നുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി. എന്താണ്? മഹാനായ അബൂ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, قال أرأيتم لو أن نهر بباب أحدكم يغتسل منه كل يوم 5 مرات هل يبقى من درنه شيء؟ قالوا لا يبقى من درنه شيء. قال فذلك مثل الصلاة الخمس يمحو الله بهن الخطايا. തുർമുദിന്റെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഓരോ വീടിൻ്റെ മുറ്റത്തോ വീടിൻ്റെ അടുത്ത് ഒരു പുഴയോ ഒരു കുളമോ ഉണ്ടായാൽ, ഒലിച്ചു പോകുന്ന, നമ്മളൊക്കെ പുഴയൊക്കെ ഉണ്ടാവുമല്ലോ, ആ പുഴയിൽ എല്ലാ ദിവസവും 5 പ്രാവശ്യം ഒരാൾ കുളിക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 1, 2, 3, 4, 5 പ്രാവശ്യം കുളിക്കുകയാണ്. അങ്ങനെ 5 പ്രാവശ്യം ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കുകളും മണ്ണുകളും ഇതൊക്കെ ഉണ്ടാകുമോ, ചേറുകൾ ഉണ്ടാകുമോ എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. നിങ്ങളിങ്ങനെ 5 പ്രാവശ്യം ഒരു ദിവസം കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കാലു ലായബക്കാം ഇന്ദർണി ചെയ്യൂ. അതെങ്ങനെയാണ് നബിയെ? ഒരു പ്രാവശ്യമല്ലല്ലോ നമ്മൾ കുളിക്കുന്നത്, 5 പ്രാവശ്യം ഒരു ദിവസം കുളിക്കുമ്പോൾ പിന്നെ ശരീരത്തിൽ മണ്ണുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാവൂല നബിയെ. ഒരിക്കലും 5 പ്രാവശ്യം കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ മണ്ണുകൾ അഴുക്കുകൾ ഉണ്ടാവുകയില്ല. നമ്മളിപ്പോൾ എല്ലാ ദിവസവും 1 പ്രാവശ്യം കുളിക്കുന്നുണ്ടല്ലോ. ആ ഒരൊറ്റ ദിവസം ഒരു പ്രാവശ്യം കുളിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നിലക്ക് തന്നെ നല്ല വൃത്തിയായി കുളിക്കുന്നുണ്ടോ? കുളിച്ചതിന് ശേഷം ഒരു അഴുക്ക് നമ്മൾ തന്നെ കാണുന്നില്ലല്ലോ. അങ്ങനെ 5 പ്രാവശ്യം ഒരു ദിവസം കുളിച്ചാലോ പിന്നെ തീർച്ചയായും ഉണ്ടാവില്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 പ്രാവശ്യം ഒരാളങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ ശരീരത്തിലുള്ള അഴുക്കുകൾ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്തിൻ്റെ മറുപടിയാണ്, കാലു ലാ യബ്ഖാ മിൻ ദർനി ശൈഅ. ഓ നബിയേ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാവില്ല നബിയേ. അപ്പോഴാണ് റസൂല പറയുന്നത്, കാല ഫദാലിക മസ്റു സലാത്തുൽ ഖംസി യംഹുല്ലാഹു ബിന്നൽ ഖതായാ. എന്നാൽ ഇതുപോലെയാണ്, നിങ്ങൾ 5 പ്രാവശ്യം ഒരു ദിവസം കുളിച്ചിട്ട് വൃത്തിയായാൽ അലക്കുണ്ടാവില്ലെങ്കിൽ, ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം 5 നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ്റെ എല്ലാ ദോഷങ്ങളും എല്ലാ ദിവസവും 5 നിസ്കാരം കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് വന്നുപോയ ഖത്തുകളൊക്കെയും അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്, അള്ളാഹ് നീക്കിക്കളയുന്നതാണ്. പിന്നെ അവൻ നിസ്കരിക്കുന്ന 5 നിസ്കാരം നിസ്കരിക്കുന്നത് കൊണ്ട് ഖതായ അവൻ്റെ ദോഷങ്ങളൊക്കെയും മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതൊരു മനുഷ്യനും 5 നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ യംഹുല്ലാഹു ബിന്നൽ ഖതായാൻ. നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, മഹാനായ അബൂ റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് കൃത്യമായ നിസ്കാരം നമ്മൾ വിട്ടുവയ്ക്കാൻ പാടില്ല. നമ്മൾ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയാലും അതൊക്കെ നിസ്കാരത്തിലൂടെ മായ്ച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മകളെ, നമ്മളെന്തെല്ലാം ചെയ്യുന്നുണ്ട്. സമ്മേളനങ്ങൾ വരികയാണ്, മറ്റു ഉറൂസുകളും സമ്മേളനമൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഞങ്ങൾ പോകും, ഞാനടക്കം പോകുന്ന ആളാണ്. പക്ഷേ നിസ്കാരം ഒരുപാട് ആൾ ഉപേക്ഷിക്കുന്നെങ്കിലോ, നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സമ്മേളനത്തിനും പോകേണ്ടതില്ല. നിസ്കാരം ഖളാക്കിയിട്ടുള്ള ഒരു ഉറൂസും വേണ്ട. നിസ്കരിക്കാത്തവനക്ക് ഉറൂസിനടുക്ക് പോയാൽ മഹാന്മാരുടെ പൊരുത്തം കിട്ടുമോ?
നിസ്കരിക്കാത്തവന് എത്ര വല്ല വാതിൻ്റെ സ്റ്റേജിൽ പോയാൽ അതിന് ബർക്കത്ത് കിട്ടുന്നുണ്ടോ? അപ്പം നിസ്കാരം കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല നിനക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെയും 5 നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ചെറുദോഷങ്ങളും എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മളാരും മൈസൂമിയങ്ങളെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ അതൊക്കെ അള്ളാഹു തആല നമ്മൾ മാഫ് ചെയ്ത് തരുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരോടും ഈ യൂട്യൂബിലൂടെ കാണുന്നവരോട് പറയാനുള്ളത്, നിസ്കാരം കൃത്യമായി 5 നിസ്കാരം നിസ്കരിച്ചോളണം. അത് പള്ളിയിലായാലും നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി അവിടെ നിസ്കരിക്കാം. നിസ്കാര സമയമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിസ്കരിക്കാൻ എന്താ വേണ്ടത്? അവൻ്റെ ശരീരവും വസ്ത്രവും അതുപോലെ തന്നെ പാറപ്പെടും ഇതെന്താണ് വൃത്തി ഉണ്ടായാൽ മതി. നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രം വൃത്തി ഉണ്ടായാൽ മതി. പിന്നെ നിസ്കരിക്കാൻ ഓർത്തിട്ട് എവിടെയായിരുന്നു കിബിലേക്ക് നിസ്കരിക്കാൻ തന്നെ. ഇവിടെ പള്ളി ഇവിടെ 1 കിലോമീറ്റർ അപ്പുറമാണ് നിസ്കരിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. എവിടെയാണോ ഉള്ളത് അവിടെ ബാങ്ക് കൊടുത്തെന്ന് അറിഞ്ഞാൽ സമയമായി നിസ്കരിക്കാൻ വേണ്ടി നോക്കണം. എൻ്റെ മുഅ്മിനീങ്ങളെ, നിസ്കാരം ഖളാക്കാത്ത ഒരു പ്രവൃത്തിയും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. നിസ്കാരം കൃത്യമായി കൊണ്ടുവരിക. അള്ളാഹു തആല നല്ലത് ചെയ്യാനും പറയാനും പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദോഷങ്ങൾക്ക് അള്ളാഹു പുറത്ത് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.